രണ്ടുപേരും കൂടി അടുക്കളയിലേക്കുള്ള പരിപാടി അല്ലേ? അമ്മ ഒരു തമാശ പറഞ്ഞതല്ലേ? അമ്മയുടെ കാലശേഷം വേറെ ആരാ ഉള്ളത്? ആണായിട്ട് ഇപ്പൊ ഇവിടെ നീയല്ലേ ഉള്ളൂ, അതാ കാര്യം. എടി കുക്കിംഗ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കുള്ളതാ, അത് അമ്മിനെയും കൂടി ചെയ്താൽ മതി. ഓ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സ് ആണല്ലോ, പിന്നെന്താ? ഓ പറയുന്ന കേട്ടാത്തൊന്നും നീ ഏതോ 5 സ്റ്റാർ ഹോട്ടലിലെ മുതലാളിയാന്ന്. 10-12 പേപ്പർ ഉണ്ട് അരിയേഴ്സ് ആയിട്ട്. കോളേജിന്റെ പടിയെടുക്കുന്നുള്ള കാര്യത്തിൽ തന്നെ സംശയം. എന്നിട്ട് അവന്റെ ഒരു ജാട. കൂടുതൽ വേണ്ട, ഇടയ്ക്ക് വെച്ച് കോളേജ് നിർത്തി പോന്നോളല്ലേ നീ. സോ യു ഹാവ് നോ റൈറ്റ് ടു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ്. നീ കണ്ടോ ഞാനൊരു 5 സ്റ്റാർ ഹോട്ടലിലെ മുതലാളി ആവും. അല്ലേ നിങ്ങളും കൂടെ പറയണേ, ഐ വിൽ ബിക്കം ദ ഓണർ ഓഫ് എ 5 സ്റ്റാർ ഹോട്ടൽ. ഒരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. അവന്റെ ഒരു വീമ്പ് പറച്ചില്. അതെ, എനിക്ക് രാവിലെ കുറച്ച് പണിയുള്ളതാ. അല്ല ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? ഐഫോൺ മേടിച്ചാൽ പറഞ്ഞില്ലേ? ആഗ്രഹിക്കുന്നതിന് ഒരു അതിരില്ലേ നിനക്ക്?
ഐഫോൺ തന്നെ വേണോ അല്ലേ? എടി നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടി. എടി തറ ഫോൺ കൊണ്ട് കോളേജ് പോലെ പട്ടി പോലെ തിരിഞ്ഞു നോക്കില്ല, അറിയോ? നിന്നെ പോലുള്ളവർക്ക് ഈ ഫോൺ തന്നെ അധികം. എടി ഇതൊരു ഫോണാണോ? ഇതൊരു സെൽഫി എടുക്കാൻ പറ്റും, അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. പുല്ല് ഈ ഫോൺ കണ്ട് ഒരുത്തനോട് ചോദിക്കാം എന്നാ നിന്റെ ഷർട്ട് പൊട്ടുന്നു, നാണക്കേട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരാഴ്ചക്കുള്ളിൽ ഐഫോൺ കിട്ടില്ലെങ്കിൽ എല്ലാം തക്കാളി. അതെ, മനുഷ്യന്മാർക്ക് കഴിക്കാൻ കൊള്ളാവുന്നല്ലോ ഉണ്ടാക്കിണ്ടോ? ഇല്ല, നിനക്ക് കഴിക്കാൻ വേണ്ടി എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. പുട്ട് തട്ട്. അവളുടെ ഒരു ഒടുക്കത്തെ തമാശ. പോടി. ഇതെന്താ ഇന്നും പുട്ടോ? ഈ തള്ളയ്ക്ക് ഉണക്കപ്പുട്ടല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാറില്ല. തള്ളയുടെ ഭക്ഷണം കഴിക്കണം, നാട്ടുകാരെ സമ്മതിക്കണം. എനിക്കൊന്നും വേണ്ട, ഞാൻ പുറത്ത് വെച്ചോളാം. കാതിരിക്കട കടനെ നല്ല പൊറോട്ടയും ബീഫും കിട്ടും. പുറത്തുനിന്ന് നീ എന്ത് വേണമെങ്കിലും കഴിച്ചോ, പക്ഷേ ലോകത്തിൽ ഒരു മകനും പെറ്റ തളയെ ഇതുപോലെ പറയില്ല. അമ്മ ജീവിക്കുന്നതും കഷ്ടപ്പെടുന്നതും നമുക്ക് വേണ്ടിയാ. ഒരു ദിവസം നിനക്കത് മനസ്സിലാവും. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. നിൽക്കുമോളെ, ഇതും കൂടി കൊണ്ടുപോ. മറിയാമ്മക്കുള്ള ചോറല്ലേ, ഞാൻ അങ്ങ് മറന്നു. ഞാൻ കൊടുത്തേക്കാം. ശരി മോളെ. വരട്ടെ. എടി ചളുക്ക് സൈക്കിളിലെ ആക്രിലും കൊടുത്ത് ഒരു സ്കൂട്ടി മേടിക്കാൻ നോക്ക്. ഒന്നുമില്ല, ഇന്റർനാഷണൽ മോളല്ലേ ഇത്. അക്കിടിലും ബൈക്ക്, അതിനും വേണൊരു യോഗം. ജാമ്പവന്റെ കാലത്തുള്ള സൈക്കിൾ കൂട്ടി നടന്നോളൂ. എടി 200 നീയാണോ വെച്ചേ? കാദ്രിക്കാന്റെ കടയിൽ നിന്ന് പൊറോട്ട ഇറച്ചിയും ഓസിന് തിന്നാൻ. അയാള് നിന്റെ കൊച്ചച്ഛനൊന്നും അല്ലല്ലോ. ഓ, ഇങ്ങനെ സ്നേഹം കാണിക്കല പൊന്നു പെങ്ങളെ. ഞാലിഞ്ഞു പോവേ. കണ്ടോ? പാർവതിയമ്മേ, പാർവതിയമ്മേ. അല്ല, ഇതാര്? ശാന്തയോ? വരൂ, ഇരിക്കും. ഇവിടെ ഇരിക്കാം. ഇതാ സുഖം. എന്തുണ്ട് വിശേഷം? സുഖം. അടുത്തയാഴ്ച മോളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. വലിയ തറവാട്ടുകാരാ. തൈക്കാട്ടുമട ഒന്ന് കേട്ടിട്ടില്ലേ? അവിടുന്ന് അവരൊരു 25 പേര് വരും. അന്ന് നമുക്ക് അവിടെ ഒരു 50 പേർക്ക് സദ്യ കൊടുക്കണം. പാർവതിയമ്മയുടെ കൈകൊണ്ടുള്ള ഭക്ഷണമാവുമ്പോ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച പോലെയാ. മോൾക്ക് യോഗ ആയിന്ന് വന്നാ ഭക്ഷണം കൊടുത്താലും ഇല്ലെങ്കിലും അത് നടക്കും. ആര് കണ്ടു? ഇക്കാലത്ത് വീട്ടിൽ വന്ന് മൂക്കറ്റം തിന്നു പോയേച്ച് പെണ്ണിനെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞാ ഈ വാട്സപ്പോ അങ്ങനെ ഏതോ കുന്തത്തി പറയുന്ന എത്ര പേരുണ്ട്. കൈപുണ്യം, അത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സത്യം തന്നെയാ. അതിരിക്കട്ടെ, കല്യാണിക്ക് ആലോചനയൊക്കെ തുടങ്ങിയോ? അതൊക്കെ അതിന്റെ വഴി പോലെ നടക്കും. എന്നാലും കുട്ടിക്ക് വയസ്സ് 28 കഴിഞ്ഞില്ലേ? എല്ലാം അതിന്റെ സമയത്ത് തന്നെ നടക്കണ്ടേ? നമുക്കാണെങ്കിലും പ്രായം കൂടി വരിക. എന്തു വേണമെങ്കിലും സംഭവിക്കാമല്ലോ. അറിയാഞ്ഞിട്ടല്ല ശാന്തേ, അതിനും വേണ്ടേ കുറച്ച് പൊന്നും പണവും ഒക്കെ. ഇന്നത്തെ കാലത്ത് അതില്ലാണ്ട് ആരാ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടു പോവാ? ചായ എടുക്കട്ടെ? ഓ വേണ്ടാന്നേ. സ്വരുക്കൂട്ടി വെച്ച പണം മുടക്കി മോനൊരു വണ്ടി വാങ്ങി. എനിക്ക് താല്പര്യമില്ലായിരുന്നു, കല്യാണി നിർബന്ധിച്ചതാ. ഇന്നത്തെ കാലത്ത് കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു ബൈക്ക് അത്യാവശ്യമാ. അവൾക്ക് ഒരു വഴി കണ്ടിട്ടുണ്ടാവും ദൈവം. എന്നാ ഇത് വെച്ചോളൂ. 18-നാണ് ആവശ്യം. ഒന്നിനും ഒരു കുറവും വരരുത്. 50 പേർക്കുള്ള സദ്യ. ഇതൊക്കെ പിന്നെ മതി, കാര്യം ഭംഗിയായി നടക്കട്ടെ. ശരിയെന്നാ.
ഇന്നോട് നിർത്തിക്കണം ഈ നശിച്ച പാചകപ്പണി. ഇവിടെ ഒന്ന് കെട്ടിച്ചുവിട്ടോ നിങ്ങക്ക്. എന്താ മോളെ കാര്യം? എന്താ ഇവൻ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ, കാര്യം എന്താ? ഒന്ന് തെളിച്ചു പറ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. പറ, എന്താ ഇതൊക്കെ? നിന്നെ മേ തപ്പടി ചോര. നീ അടി ഉണ്ടാക്കിയോ? ഒട്ടം കളിക്കില്ലട്ടാ. മറിയാമ്മയ്ക്ക് പൊതിച്ചു കൊടുത്തപ്പോ എന്തുണ്ടായത്? മോനെ ഒന്നും നിന്നേ, ഒരു കാര്യം പറയട്ടെ. കാര്യം കേൾക്കുമ്പോ മോൻ വഴക്കുണ്ടാക്കരുത്. എന്താ? കല്യാണി മോൾ വന്നപ്പോ ജോൺ ബ്രിട്ടോയും കൂട്ടരും എന്തോ പറഞ്ഞു. അവള് തിരിച്ചും പറഞ്ഞു. എന്നിട്ട് അവന്മാർ അവളുടെ സൈക്കിളിന്റെ ഹാൻഡിൽ പിടിച്ച് തള്ളി. അത് ചോദിക്കാൻ ചെന്ന് എന്നെയും പിടിച്ച് തള്ളി. എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റൊരുത്തിയാ. ഞാനോ? പൊതിച്ചോറ് മുളയ്ക്കട മൂടുമായി അവളോട് കയറിയങ്ങാൻ കാരണം നിങ്ങൾ ഒരുത്തിയാ. ശരിയാ, കുട്ടിക്കാലം മുതലേ ഞാനും നിന്റെ അമ്മയും കളിക്കൂട്ടുകാരാ. പാർവതി കൊണ്ടുവരുന്ന ചോറ് കൊണ്ടാ ഞാൻ ഉച്ചയ്ക്ക് വിശപ്പെടുക്കുന്നത്. മതി നിങ്ങളുടെ പഴംപുരാണം പറച്ചില്. അങ്ങനെയുണ്ട് പോയാലോ? കൂടുതലങ്ങോട്ട് മസിൽ പിടിക്കലേ മോനെ. ഞാൻ നിനക്കൊരു ബിസിനസ് തരാൻ തീരുമാനിച്ചു. പിസ്സ, ബർഗർ എല്ലാം എനിക്ക് മടുത്തടാ. ഇനിയിപ്പോ നല്ല നാടൻ ഫുഡ് ട്രൈ ചെയ്താലോ എന്നൊരാലോചന. അതും നിന്റെ സിസ്റ്ററിന്റെ കൈ കൊണ്ടാവുമ്പോ അതിനല്പം സ്വാദ് കൂടുവേ. ഡാ, നിനക്ക് ഇങ്ങനെ ഒരു സിസ്റ്റർ ഉള്ള കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഒന്ന് കണക്ട് ചെയ്താടാ, നല്ല ഒന്നാം തരം ബിസിനസ് കൊടുക്കാം. നിന്റെ ചേച്ചി ഫുഡ് മാത്രം കൊടുക്കോ അതോ? സൂര്യ, വരുമ്പോ മുളകൊടി വാങ്ങിക്കാൻ മറക്കരുത് കേട്ടോ. സൂരി, ഞാനും അമ്മയും ഇഷ്ടം കൊണ്ടല്ല മോനെ ഈ പണി ചെയ്യുന്നത്. എല്ലാം എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാ. നീ പഠിച്ചു നല്ലൊരു നിലയിലെത്തണമെന്ന ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പിന്നെ കുറച്ചു മുമ്പ് നീ എന്നെ കെട്ടിച്ചുവിടുന്ന കാര്യം അമ്മയോട് പറഞ്ഞില്ലേ? അതിനുവേണ്ടി അമ്മ ഉണ്ടാക്കി വെച്ച പൈസ കൊണ്ടാണ് നീ ഇപ്പൊ ബൈക്ക് ഓടിച്ചോണ്ട് നടക്കുന്നത്. ഇനി എന്നെ കെട്ടിച്ചു വിടാൻ അമ്മ കുറച്ചു കാലം കൂടെ തീയും പുകയും ഒക്കെ കൊണ്ടേ പറ്റൂ. അതിൻ്റെ ഇടയ്ക്ക് നിന്റെ ഐഫോണും കൂടെ ഉണ്ടല്ലോ. ദേ, അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ചേച്ചിനെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ നീ നമ്മുടെ അമ്മയുടെ തൊഴിൽ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ ഇനി ഒരു അക്ഷരം പോലും സംസാരിച്ചു പോകരുത്. ദൈവം പോലും എന്റെ മോനോട് പൊറുക്കില്ല. അമ്മ എന്താ ഇവിടെ? എടി, സൂര്യയുടെ പിറന്നാളല്ലേ വരുന്നേ, നമുക്കൊരു ഐഫോൺ വാങ്ങിച്ചു കൊടുത്താലോ? ഐഫോണോ? അതിന്റെ വില എന്താ നമുക്കറിയോ? അവൻ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്നും പറയുന്നു വെച്ചിട്ട് നമ്മളങ്ങ് വാങ്ങിച്ചു കൊടുക്കാം. അവനൊരു ദേഷ്യക്കാരനാ. ഇനി വാങ്ങിക്കൊടുത്തില്ല എന്നുള്ള പേരില് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എന്റെ ഒരു മാലയുണ്ട്, അത് വിറ്റാ കുറച്ച് പൈസ കിട്ടും. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അമ്മ വാ വാ, നമുക്ക് വീട്ടിൽ പോവാം. എടി, ഞാൻ പറയുന്നത് അമ്മ ഇനി ഒന്നും പറയണ്ട, അവന്റെ കാര്യമല്ലേ, ഞാൻ കൈകാര്യം ചെയ്തോളാം. അമ്മ ഇങ്ങി വന്നേ, നടക്ക്.
എടി അമ്മന്റെ അമ്മന്റെയാണ്. അമ്മ അമ്പലത്തിൽ പോയതാ. ഡാ മോനെ, പിറന്നാൾ ആശംസകൾ. ദേ അമ്മ വന്നല്ലോ. എന്താ അത്? പിറന്നാൾ ആശംസകൾ. അതല്ല, ഇത് എന്താന്നാ ചോദിച്ചേ? അത് മിണ്ടരുത്. ഇതെന്തിനാ അമ്മ ഇത് വാങ്ങിയത്? ഇല്ലാത്ത കാശ് മുടക്കി ഞാനെന്താ പൊട്ടത്തരം പറഞ്ഞു? എന്റെ ബർത്ത്ഡേക്ക് ഫോം അടിച്ചാൽ ഞാൻ പറഞ്ഞോ? സോറി അമ്മ. ആഹാ, ഇങ്ങനെ സെന്റി അടിച്ച് നിന്നാ മതിയോ? നമുക്ക് അവിടെ ഇരുന്ന് സന്തോഷിക്കാം. വാ വാടാ. ഇത് നമ്മ പായസം. അമ്പലത്തിനാ. ഞാൻ എടുത്തരാം. എന്നാ അമ്മക്ക്. അപ്പെന്താ എനിക്കില്ലേ? നിനക്ക് ഞാൻ തരാം. ആഹാ, അമ്മ ഇത് കണ്ടോ? താഴെ എനിക്ക് അമ്മ താരാണോ അവനടുത്ത് കുരുത്തം കെട്ടതിന്? ആ, മിടുക്ക്. എടാ, നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഞാനൊന്നും പോകുന്നില്ല. ഇന്ന് ഫുൾ അമ്മയുടെ കൂടെയാ. ചേച്ചി പോയോ? എടാ, അവൾക്ക് തീരെ സുഖമില്ല. രാവിലെ നല്ല പനിയായിരുന്നു. ഞാൻ അവളോട് പോകണ്ടെന്ന് പറഞ്ഞതാ, എന്നിട്ടും കേൾക്കാതെ പോയി. അവളുടെ ഒരു കാര്യം. എന്നോട് പറഞ്ഞ ഞാൻ പോയിരുന്നില്ലേ? എന്തു പറ്റി? ഇന്ന് സൂര്യൻ കിഴക്ക് തന്നെയാണോ ഉദിച്ചേന്ന് നോക്കിയതാ. എന്താ ഇന്ന് പതിവില്ലാതെ ഒരു സ്നേഹം നിനക്ക്? ഇല്ലമ്മേ, ഇന്ന് മുതൽ ഞാൻ മാറി. അമ്മ നോക്കിക്കോ, ഭാവിയിൽ ഞാൻ വലിയൊരു 5 സ്റ്റാർ ഹോട്ടൽ പണിയും. എൻ്റെ അമ്മയായിരിക്കും അതിന്റെ മുതലാളി. MD ചേച്ചി അന്ന് നിങ്ങളുടെ കീഴിൽ 1-2 അല്ല, ഒരു 100 കുക്കുമാര് ഓക്കി. മതി അമ്മേ ഈ നടുവൊടിഞ്ഞ പാചകപ്പണി. എന്തു പറ്റി നിനക്ക്? മതി വിളമ്പിയത്. സമയം കളയാതെ കോളേജിൽ പോവാൻ നോക്ക്. ചെല്ല്. ഓക്കേ. അമ്മേ, അല്ല, നീ പോയില്ലേ? ഫോൺ വാങ്ങി തന്നതിന് താങ്ക്സ്. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഈ ഫോണിൽ ആദ്യമായി അമ്മ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കണം. ഇതാ ഇപ്പൊ നന്നായി. പട്ടായോ നിനക്ക്? എന്റെ പാചകം ഒട്ടും ഇഷ്ടമല്ലാത്തവനാ നീ. മാത്രല്ല, നിനക്ക് തീരെ ഇഷ്ടമല്ലാത്ത കൈപ്പയ്ക്ക കറിയാ ഇന്ന്. വേണോടാ ഇത്? അമ്മേ, ഇന്നേ എനിക്ക് കൈപ്പയ്ക്ക് പോലും മധുരിക്കുന്ന ദിവസമാണ്. ഐ എം സോ ഹാപ്പി. അമ്മയുടെ പണിയെടുത്താൽ മതി, ഞാൻ വീഡിയോ എടുത്തോളാം. അമ്മ റെഡി? സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. സൂപ്പർ. എന്നാ
Hey, क्या हुआ आपको? You look very weak. Fever also there. ഓക്കെ സർ, കുഴപ്പമൊന്നുമില്ല. No. Not okay. Not okay. Would you come inside? For a moment. ഒന്ന് വരൂ പ്ലീസ്. വരൂ. വേണ്ട സർ, അമ്മ കാത്തിരിക്കും. എനിക്ക് കുറച്ച് പണി ബാക്കിയുണ്ട്. It won't take much time. അല്ല, അത് I have a miracle medicine. Please come. ആവോനാ. ആവോ. Come. This is homemade medicine. Prepared by my grandma. Believe me, nothing can beat it. അല്ലെന്നേ ഇത് കഴിച്ചാൽ നിന്റെ ഫീവർ, ടയർനെസ്, കോഫ് എല്ലാം ജൽദി ജായേഗ. ठीक है? Please come. കല്യാണി, I have to say something. Don't react immediately. Sorry. My Malayalam is not good, but I will try. നിന്റെ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് വലിയ ഇഷ്ടമാണ്. അതിലും വലിയ ഇഷ്ടം നീ അതെനിക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. കല്യാണി, എനിക്ക് കല്യാണിയെ കല്യാണം ചെയ്യണമെന്നുണ്ട്. कल्याणी बहुत प्यारे है, बहुत प्यारे है. कुछ होता है. हाँ, I have been thinking of this. Kalyani, I have my own business in my hometown. I can take care of you very well. Please, Kalyani. ഞാൻ വീട്ടിൽ കൊണ്ടേ കഴിച്ചോളാം. എന്നാ ശരി. വീട്ടുകാരെ, ആരാ? എന്താ ഇതൊക്കെ? ദേവക്കൽ പാർവതിയമ്മ. ഞാൻ തന്നെ. സൂര്യ എന്റെ മോനാ. സൂര്യാണ് അപ്ലിക്കേഷൻ ഒപ്പിട്ടിരിക്കണത്. അപ്പൊ വീട് മാറിയിട്ടില്ല, ഇവിടെയാണ്. പുതിയ ഗ്യാസ് കണക്ഷൻ തരാൻ വന്നതാണ്. അവൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അകത്തേക്ക് വരൂ. മനോജെ, ആ സിലിണ്ടർ എവിടെ വെച്ചേ? വിറകടുപ്പ് തന്നെയായിരുന്നു സൗകര്യം. എൻ്റെ അമ്മേ, ഇന്നത്തെ കാലത്ത് ആരാ ഈ വിറകടുപ്പൊക്കെ ഉപയോഗിക്കണത്? ആവശ്യം വരുമ്പോൾ ഈ നോബ് തുറക്കുക. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ദൈവം ഇതാ പോയി ടപ്പാന്ന് പണി തീരും. പാർവതി, പാർവതി, ആരാ? ശാന്തയോ? വരൂ, ഇരിക്കും. നന്ദി പറയാൻ വേണ്ടി വന്നതാ. നിശ്ചയം ഗംഭീരായിരുന്നു. പ്രധാനം പാർവതിയുടെ ഭക്ഷണം, പ്രത്യേകിച്ച് മോരുകറി. ചെറുക്കൻ്റെ കമ്പനി മുതലാളി ഒരു പെണ്ണ. അവള് നിന്റെ മോരുകറിയെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. പാർവതിയുടെ ഈ കൈപുണ്യം എന്നേക്കും നിലനിൽക്കട്ടെ. അത് നമ്മുടെ കയ്യിലൊന്നും അല്ലല്ലോ ഉള്ളത്. ഞാൻ പോട്ടെ.
നന്ദി ചേച്ചി, കുറച്ച് സ്വീറ്റ്സാ മോളൊരു കൊടുത്തേക്ക്. പിന്നെ ഞാനിപ്പോൾ താമസിക്കുന്നത് കുറച്ച് ബാച്ചിലേഴ്സിൻ്റെ കൂടെയാ. ഒരു കുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കയറി പറ്റിയത്. കുക്കോ? നീയോ? തിന്നെ മാത്രമല്ലേ നീ അടുക്കള വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ എനിക്ക് റൂം കിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പണി ചെറുതായിട്ടൊന്ന് പാളി. എന്തു പറ്റി? അല്ല, കുക്കിങ്ങേ അത്ര എളുപ്പമുള്ള പണിയില്ലാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴെങ്കിലും എന്റെ മോന് മനസ്സിലായല്ലോ. നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒക്കെ വിധിയോ. നീ എന്നും സഹായിക്കണം. ഈ അധികം മെനക്കെടാതെ കുക്കിംഗ് ചെയ്യാനുള്ള എന്തെങ്കിലും എളുപ്പവഴി. അല്ല, നീ അമ്മയെ ഒരുപാട് സഹായിച്ചിട്ടുള്ളല്ലേ? നീ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ വരാം. ഇതെന്താന്നറിയോ? കുക്കിങ്ങിന്റെ ഒരു നിഘണ്ടുവായത്. അമ്മ പാചകം ചെയ്യുമ്പോ ഞാൻ കുറിച്ചു വെച്ചതാ. വിലമതിക്കാനാവാത്ത ഒരു നിധിയായത്. ഇത് നോക്കിയിട്ട് നീ എന്ത് ചെയ്താലും നിനക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. അതിപ്പോ നന്നാവുകയും ചെയ്യും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ നീ ചേച്ചിയെ വിളിച്ചാ മതി. നോക്ക്, സൂക്ഷിക്കണം കേട്ടോ. ഇത് മതി ചേച്ചി, താങ്ക്സ്. അലിനെ പോരും. അത് പറയാതിരിക്കുന്ന നല്ലത്. ഇന്നെന്താ പുതിയ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പോയതാ. GSTയുടെ പുതിയ നിയമങ്ങളൊക്കെ വന്നിരിക്കല്ലേ, വരാൻ എന്തായാലും ലേറ്റ് ആകും. ഒരു കാര്യം ചെയ്യ്, നീ യാത്രയെല്ലാം കഴിഞ്ഞു വന്നല്ലേ, ഒന്ന് ഫ്രഷ് ആകും. അയ്യോ ഇല്ല ചേച്ചി, എനിക്ക് ഇന്നലെ പോണം. ഞാൻ ഓഫീസിലാരോടും പറഞ്ഞിട്ടില്ലേ. ഞാൻ വേറെ ദിവസം വരാം. ഇതെന്ത് വരവാടാ, നീ ഇങ്ങനെ പാചകം ചെയ്ത് നടന്നോ? നിനക്ക് വെച്ച് വിളമ്പി തരാനൊക്കെ ഒരാൾ വേണ്ടേ? എടാ, നിനക്കൊരു കല്യാണം കഴിക്കണ്ടെന്നാ ചോദിച്ചത്. ഈ രമ്യനാണോ നിന്റെ കളി? എന്നെ നിനക്ക് ശരിക്കറിയില്ല. ഡോണ്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് വിമൻ ലൈക്ക് ദിസ്. സ്ത്രീകളെ കാണുമ്പോൾ ഇവനെന്താ ഒരു ക്രിമികടി? രമ്യ, കൂൾ ഡൗൺ. വാട്ട് ഹാപ്പൻഡ്? ഇവൻ എന്താ പറഞ്ഞെന്നറിയോ? രമ്യ, മൈൻഡ് യുവർ വേർഡ്സ്. ഹി ഈസ് മൈ എംപ്ലോയി. യു cannot talk to him like that. Please give him some respect. ഓ, ഓക്കേ മാഡം. ഈ മഹാൻ എന്താ പറയുന്നതെന്നറിയോ? ഇപ്പൊ നീ വലിയ ഫുഡ് ക്രിട്ടിക് ഒക്കെ ആയിരിക്കും. കല്യാണം കഴിഞ്ഞ അവനായിരിക്കും നിന്റെ ക്രിട്ടിക്. വെച്ച് വിളമ്പി കൊടുക്കുമ്പോ അറിയാം മോളെ എന്നൊക്കെ പറഞ്ഞു കളിയാക്കുന്നു. മൈ ഗോഡ്, ഇതാണോ കാര്യം? അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഹി ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്നെ കുറിച്ച് മാഡത്തിന് അറിയാഞ്ഞിട്ടാ എന്നെ കയറി ഭരിക്കാൻ വന്നിട്ടുണ്ടല്ലോ. What happened? ഓ, ഒരു ട്രൂ ഫെമിനിസ്റ്റ് വന്നിരിക്കുന്നു. നിന്നെ കെട്ടാൻ പോന്നവനെ ശരിക്കും വെള്ളം കുടിക്കൂ എന്റെ മോളെ. ഹായ് ഗായ്സ്. ഹായ് സൂര്യ. ഹായ്. എവിടെയായിരുന്നോ 4 ദിവസം? ബോസിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈ മാസം നമ്മുടെ 2 ബിസിനസ്സും പോയടാ, അതും US പ്രൊജക്ട്. സാർ വിളിച്ചിരുന്നു. ഇരിക്കും. താങ്ക്സ്. ഐ എം നോട്ട് ഹാപ്പി വിത്ത് യു സൂര്യ. സാർ, താൻ എവിടെയായിരുന്നോ ഇത്രയും ദിവസം? ഞാൻ സിസ്റ്ററിനെ കാണാൻ പോയതാ, ബോംബെ വരെ. പെട്ടെന്ന് വന്നായിരുന്നു. ചായ കുടിക്ക്. എടോ, തന്റെ പെർഫോമൻസ് വളരെ മോശമാണല്ലോ. സാറേ? എടോ, താൻ അധിക സമയം ഓഫീസിൽ ഉറക്കാണെന്നല്ല കേട്ടത്. ഇത് കേൾക്കാൻ മനസ്സിലായി. നിന്റെ പാർട്ട് ടൈം ജോബിനെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ പകല് മുഴുവൻ കുക്കിംഗ് ആണല്ലേ പണി? ചായ കുടിക്കടോ. Stop it. I can't take up this anymore. I lost business because of you lazy guys. Especially you. Now you decide whether you want working or cooking. ചായ കുടിക്കടോ. ഇതിന് സാലറി ഇല്ലല്ലോ. നിർത്ത്.
ഈ മാസം നിനക്ക് സാലറി ഇല്ല. അയ്യോ, ഇത് ആവർത്തിച്ചാൽ ഇനി വരുന്ന മാസവും നിനക്ക് സാലറി ഇല്ല. അപ്പൊ അതും പോയി. ഐ എം സീരിയസ്. ചായ കുടിക്കണോ? ചൂടും പോയി. വേണ്ട സാർ, ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു. എന്നാ പോയിരുന്ന് വല്ല പണിയുണ്ടോ നോക്ക്. അല്ലെങ്കിൽ നിന്റെ ലൈഫ് ഫുൾ ഒരു അടുക്കളയിൽ ഒതുങ്ങി പോവും. Happy birthday to you. Happy birthday to you. ശരി സാർ. How are you? ഫൈൻ ഫൈൻ ഫൈൻ. ഹലോ എന്താ ഒഴിവാക്കിയത്? അത് മോള് ആഗ്രഹിച്ചിട്ടാ. മോള് പറഞ്ഞു മൈ 50th ബർത്ത്ഡേ ഷുഡ് ബി സെലിബ്രേറ്റഡ് അറ്റ് ഹോം. പക്ഷെ ഫുഡൊക്കെ 5 സ്റ്റാർ ഹോട്ടലിനാ. എന്നെ കുറിച്ച് അറിയാമല്ലോ. ദാറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഫുഡിന്റെ കാര്യത്തിൽ തന്നെ വെല്ലാൻ ആരുമില്ല. യു ആർ ഓൾവേസ് ദി ബെസ്റ്റ്. One minute. Yes, ma'am. Oh, excuse me. Carry on. Hello. Shit. സാർ, സാർ ഫോൺ. താൻ പോടൂ. എനി പ്രോബ്ലം സാർ? ഒരു പ്രോബ്ലം ഇല്ല. ഇനിയിപ്പോ താനായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാക്കാതിരുന്നാ മതി. അതല്ല സാർ, എനി ഹെൽപ്പ് ഐ ക്യാൻ ഡു ദാറ്റ് ഫോർ യു. എടോ 50 പേർക്ക് 5 സ്റ്റാർ ഹോട്ടൽ ഫുഡ് വിത്തിൻ 2 hours. തന്നെ കൊണ്ട് എന്ത് വളർത്താൻ പറ്റും? താൻ പോയി ഗസ്റ്റിനെ ഒക്കെ നോക്കണോ. ഐ വിൽ മാനേജ്. ഓക്കെ? Papa, എന്തുറ്റി? Relax. I'll handle it. No, you can't. I'll handle it. I said you can't. I'll handle it. Trust me, right? Trust me, right? I'll handle it. Cool down, Papa. Don't worry. നീരു, എന്തു പറ്റി? ഇങ്ങോട്ട് വരേണ്ട ഫുഡ് ഡെലിവറി വാനില്ലേ, അത് ആക്സിഡന്റ് ആയി. വേറെ ഒരു ചോയ്സും ഇല്ല. എന്നിട്ട് ഡാഡിയുടെ ഓഫീസിലെ സ്റ്റാഫ് ഇല്ലേ, അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. സമയത്തിന് ഫുഡ് സെർവ് ചെയ്തില്ലെങ്കിൽ ഡാഡി ആകെ അപ്സെറ്റ് ആവും. Ready. What? Food ready, sir. What nonsense is this? Daddy, സൂര്യയും ഫ്രണ്ട്സും കൂടി ഉണ്ടാക്കിയ ഭക്ഷണം ഇത്. അല്ലെങ്കിൽ ഇവര് കാരണം എന്റെ ബിസിനസ് ആകെട്ടല്ല. അതിന്റെ പുറമെ ഇതും കൂടെ കൊടുത്താലുണ്ടല്ലോ എന്റെ ബിസിനസ് മൊത്തം തകരും. അവരൊക്കെ എന്റെ ക്ലയൻസ് ആണ്. സ്റ്റാർ ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ശീലിച്ചവരവര്. അവർക്കാണോ ഈ ഭക്ഷണം കൊടുക്കാൻ പറയുന്നത്? പ്ലീസ് ഡാഡി. നോ വേ. പ്ലീസ്. നോ വേ. അങ്കിൾ, ഞാനൊരു ഫുഡ് ക്രിട്ടിക്കാന്ന് അറിയാലോ. എന്നെ വിശ്വാസമുണ്ടോ? ഞാൻ കഴിക്കാത്ത സ്റ്റാർ ഹോട്ടൽ ഫുഡില്ല. ലെറ്റ് മീ ടേസ്റ്റ് ദിസ്. ഇഫ് ഇറ്റ്സ് ഗുഡ് യു കൻ സെർവ് ദിസ്. ഓക്കേ? കം ഓൺ അങ്കിൾ, കൂടുതൽ ചിന്തിക്കണ്ട. I am not very sure. Uncle, it's superb. You can serve all these. ഹലോ മാഡം. നല്ല അടിപൊളി ഫുഡ്. എന്തോ ഒരു പ്രത്യേക രുചി പോലെ, അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതുപോലെ. Is it? എനിവേ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. Thank you. मेनन साहब, खाना एकदम बढ़िया था. घर जैसा खाना था. ये जो 5 स्टार का होटल का खाना है ना, ये सब इसके सामने कुछ भी नहीं है. आपका जो भी अगले साल बर्थडे होगा ना, तो इसी तरह का खाना मिलना चाहिए हमको. बढ़िया, एकदम बढ़िया. Thanks. I am so happy for you guys. Sir. സർ, സൂര്യക്കാണ് എല്ലാ ക്രെഡിറ്റും. അതെ, അവനാണ് മെയിൻ ഷെഫ്. ഞങ്ങൾ വെറുതെ സഹായിച്ചെന്നുള്ളൂ. ആ ചെക്ക് ബുക്ക്. This is for you. അയ്യോ സർ, ഇതൊന്നും വേണ്ടായിരുന്നു. എടോ, ഇത് 5 സ്റ്റാർ ഹോട്ടൽ കൊടുക്കേണ്ട ബില്ലാ, റൈറ്റ്? ഇത് നിങ്ങൾ 5 പേർക്കുള്ളതാണ്. Because you 5 people are my
superstars today. Take it. You deserve it. Oh, thank you, sir. Okay. അല്ല സാർ എൻ്റെ ഈ മാസത്തെ സാലറി With an increment. From tomorrow onwards, you are the team leader. താങ്ക് യു സർ. ഹായ്. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് കിട്ടേണ്ട ഷെയർ കിട്ടില്ലല്ലോ ബോസ്. മനസ്സിലായില്ല അല്ലേ? ഇല്ല. ഞാൻ ഫുഡ് മോശമാണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ സീൻ ആകെ മാറിയെന്നെ മോനെ. ഓ അങ്ങനെ. സോ എന്റെ ഷെയർ കിട്ടാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. ഓ ഓക്കെ. പക്ഷേ ഇത് ക്യാഷ് ചെക്കാണ്. ഒരു കാര്യം ചെയ്യും, തനിക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തന്നേക്കണം. 45,000 നോട്ട് ബാഡ്. Yeah. നല്ലൊരു എമൗണ്ട് ആണല്ലോ. Yeah. ചുമ്മാ ഞാനൊരു നമ്പർ ഇറക്കിയതാ. ദിസ് ഇസ് ഓൾ ഫോർ യു ഗൈസ്. യു ഡിസേർവ് ഇറ്റ്. താങ്ക് യു. ഇപ്പോ എനിക്ക് സൂര്യയുടെ നമ്പർ മാത്രം ഷെയർ ചെയ്താൽ മതി. ഹലോ. വൈ സോ ലേറ്റ് ടു പിക്ക് അപ്പ് ദ കോൾ? എനിക്കറിയാം, നീ അന്ന് എന്റെ നമ്പർ സേവ് ചെയ്തില്ല അല്ലേ? അതൊക്കെ പോട്ടെ. ഇപ്പൊ നീയാണ് ബോസിന്റെ സൂപ്പർ ഹീറോ എന്ന് കേട്ടല്ലോ. നോട്ട് ബാഡ്. നിന്നോടല്ലേ പറഞ്ഞു? ഹു എൽസ്? നീരജ. ഓ ഓക്കേ ഓക്കേ ഓക്കേ. എടാ ഞാൻ നിന്നെ എടാന്ന് വിളിച്ചോട്ടെ? എടി നീ വിളിച്ചു കഴിഞ്ഞില്ലേടി, പിന്നെന്താ? എടാ അന്ന് നീ ഉണ്ടാക്കിയ ഫുഡിന്റെ രുചി ഇപ്പോഴും എന്റെ നാക്കിന്ന് പോയിട്ടില്ലടാ. അതാണ് ഇടയ്ക്ക് നാവ് അടിക്കണം പറഞ്ഞേ, കേട്ടോ? എനിക്ക് നിന്നെ വീണ്ടും കാണണം തോന്നുന്നു. എടി ഇതെല്ലാം ആണുങ്ങൾ പറയുന്ന ഡയലോഗാണ്. ആര് പറഞ്ഞു രമ്യ പെണ്ണാണെന്ന്? യു ആർ മൈ ഹോട്ട് മെറ്റീരിയൽ. നിന്നെ കുറിച്ച് ഞാൻ പത്രത്തിൽ എഴുതും. ദ മോസ്റ്റ് എലിജിബിൾ ബാച്ചുലർ ഫോർ എ വുമൻ ആൻഡ് ഹീ ഈസ് എ വണ്ടർഫുൾ കുക്ക് ടു. എങ്ങനെയുണ്ടാ എന്റെ ഹെഡ്ലൈൻ? വട്ടാണല്ലേ? തോന്നിയില്ലേ? എന്നാ കേട്ടോ, കമ്മിങ് സൺഡേ ഈവനിങ് 5 PM 5 PM ഷാർപ്പ് MVK റെസ്റ്റോറന്റ്. ലേറ്റ് ആയല്ലോ. ഹായ്. Is this the way to treat women? I'm sorry. ആണുങ്ങൾക്ക് വേണ്ടി പെണ്ണുങ്ങളെ കാത്തിരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. Today we choose. Okay? ഞങ്ങൾക്ക് കിട്ടേണ്ട റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി കിട്ടിയിരിക്കണം. Do you understand? Sit down. എന്താ നോക്കിയിരിക്കുന്നേ? കോഫി പറയടോ. 2 കോഫി. എടോ എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഓ എന്നാലും പബ്ലിക് പ്ലേസിൽ 4 പേരെ മുമ്പിൽ കുറച്ചുകൂടി പോയി. I don't care what others think about me. I have my own way. Tell me, എന്നെ നിനക്ക് ഇഷ്ടമായോ? അല്ല ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഞാൻ എനിക്കെല്ലാം പെട്ടെന്ന് അറിയണം. I can't keep the thrill for so long. അതുമാത്രല്ല ഇന്നത്തെ കാലത്ത് കുക്കിംഗ് അറിയാവുന്ന ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അല്ല എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് വേണ്ടി ഒരു ലൈഫ് പാർട്ട്ണർ ആണോ അതൊരു കുക്കോ? ലവ് ലൈഫ്, ഡേറ്റിംഗ്, പാർട്ടിങ്, ലിവിംഗ് ടുഗദർ, ഇതൊക്കെ ആണുങ്ങൾക്കൊരു നേരം പോക്കാം. പക്ഷെ എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. സൂര്യ ഒരു റെസ്പോൺസിബിൾ ഗൈ ആണെന്ന് എനിക്ക് തോന്നുന്നു. തിങ്ക് അബൌട്ട് ഇറ്റ്, ബി പ്രാക്ടിക്കൽ. രണ്ടുപേരും ഇവിടെ ഒപ്പിട്ടു. പിന്നെ സാക്ഷിയായിട്ട് വരന്റെ ഭാഗത്തുനിന്ന് ഒരാളും വധുവിന്റെ ഭാഗത്തുനിന്ന് ഒരാളും. ഓക്കെ 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 കൺഗ്രാറ്റുലേഷൻസ്. നമസ്കാരം. ഓക്കെ സാർ. ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്നത്തെ ലക്കി കപ്പിൾസാ. മനസ്സിലായില്ലല്ലേ? ഇല്ല. ഈ ഓഫീസിൽ ഞാൻ ചെയ്യുന്ന 100ാമത്തെ രജിസ്റ്റർ വിവാഹമാണ് നിങ്ങളുടെ രണ്ടുപേരുടെ. അതുകൊണ്ട് എന്റെ വകയായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു ചെറിയ സമ്മാനമുണ്ട്. ആഷിക്കെ അതിങ്ങെടുത്തേ. സമ്മാനമുണ്ട് പാലട്ടാ. ഇതൊരു പ്രഷർ കുക്കറാ. ഇതിലൂടെ യുവദമ്പതികളായ നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കാനുണ്ട്. നിങ്ങളും ഈ കുക്കർ പോലെ തന്നെ ആയിരിക്കണം. അപ്പൊ ഞങ്ങൾ വാഷിംഗ് മെഷീനാണ്. ലൈഫിൽ ടെൻഷൻ കൂടുമ്പോ
നിങ്ങൾ ഒരാൾ വിസിലടിക്കണം. വിസിലടിക്കാനാ? ഇയാളത് എന്ത് പണ്ടാറോ ഈ പറയണത്? എനിക്ക് ഭ്രാന്താണെന്നാണോ ചോദിക്കുന്നത്? ജീവിതത്തിൽ സംഘർഷം കൂടുമ്പോ ആരെങ്കിലും ഒരാള് പ്രഷർ റിലീസ് ചെയ്യണം. ഇന്നത്തെ ജനറേഷൻ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റാ. വിവാഹം കഴിക്കുന്നതിലും ഡൈവോഴ്സ് ആകുന്നില്ല. എന്തുകൊണ്ടാ? പരസ്പരം വിട്ടുകൊടുക്കാൻ കഴിയാത്ത ഈഗോ. നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതം അങ്ങനെയാകരുത്. ഈ കുക്കർ ഉപയോഗിക്കുമ്പോഴൊക്കെ നിങ്ങൾ അത് ഓർത്താൽ നന്നായിരിക്കും. ഞാനേ നിങ്ങളുടെ അച്ഛനെ പോലെ സംസാരിക്കുമെന്ന് മാത്രം കരുതിയാൽ മതി. അതുകൊണ്ട് സന്തോഷത്തോടെ ഇത് വാങ്ങിച്ച് വിസിലടിച്ചോണ്ട് ഐശ്വര്യത്തോടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ ഓക്കെ സാറേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഓരോ കല്യാണം കൂടി കഴിച്ചാലോ? എന്തിനാ? ഒരു കുക്കർ കിട്ടുമല്ലോ. താമസിപ്പിക്കട്ടെ, ഞാൻ റിട്ടയർഡ് ആകുന്നതിന് മുമ്പ് ആയിക്കോട്ടെ. എടാ, ഫസ്റ്റ് നൈറ്റിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോട്ടാ. ഞാൻ ഓൺലൈനിൽ തന്നെ ഉണ്ടാവും. ഇന്നൊരു സ്പെഷ്യൽ ഫുഡ് വേണോട്ടോ. അതിനെന്താ, നമുക്ക് സ്പെഷ്യൽ ഫുഡ് ഉണ്ടല്ലോ. എന്തായാലും ബൈക്ക് ഐഡിയ സൂപ്പർ ആയിട്ടുണ്ട്. കാറിനാലും നല്ലതാണ്. അതെ, ഇതാകുമ്പോ അടുത്തിരുന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങണോട്ടോ, ഞങ്ങളൊന്നും മറന്നു കളഞ്ഞേക്കല്ലേ. സെന്റിമെന്റ്സ് ഈ ശരീരത്തിൽ സെന്റിമെന്റ്സാ. എന്തായാലും നിന്റെ അടക്കള എപ്പിസോഡ് അവസാനിച്ചല്ലോ, അത് ഇനി ഭാഗ്യം. എടി, കുക്കിങ്ങിന്റെ ABCD നിനക്കറിയത്തില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? തൽക്കാലം നീ ഒരു ഹൗസ് മെയ്ഡിനെ വെക്കുന്നത് നല്ലത്. എന്തിന്? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്റെ കൂടെ ഉള്ളത് ഒരു നമ്പർ 1 കുക്കല്ലേ. അപ്പൊ ഹസ്ബൻഡ് അല്ലല്ലേ? കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല ഇത്രയും റൊമാൻറ്റിക് ആവോടാ? ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയ ഈ സുന്ദരമായ പൂമത്ത ഏതാനും നിമിഷങ്ങൾക്കകം നീ ഈ പറഞ്ഞ കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ തന്നെയാവും പൊന്നുമോളെ. വാടി. അല്ല, നിന്നെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. പറ, ആരൊക്കെയുണ്ട് വീട്ടില്? ഇപ്പൊ എനിക്ക് നീ മാത്രം. നീ മാത്രം. ഞാൻ മാത്രമേ ഉള്ളൂ? അപ്പൊ നിന്റെ അച്ഛനും അമ്മയോ? ഈ സമയത്താണോ ഇതൊക്കെ അന്വേഷിക്കുന്നേ? ഞാൻ നിന്റെ അച്ഛനമ്മനെ പറ്റല്ലേ ചോദിച്ചത്. സ്റ്റോപ്പ് ഇറ്റ്. എന്തു പറ്റി? നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? I said stop it. എന്താടാ, നിനക്ക് അവരെ കുറിച്ച് അറിയണോ? സൗകര്യം പറഞ്ഞാൽ മതി. ഞാനിപ്പോ അവരുമായിട്ട് വലിയ ടച്ചില്ല. Why? They are not my parents. Huh? What do you mean? A namesake father and a selfish mother. അമ്മ അയാള് രണ്ടാമത് കെട്ടിയതാ. I never liked him. Never. ഒരു ദിവസം അമ്മേ, എന്താടി? എന്തിനാ എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചു വരുത്തിയേ? നീ ഇങ്ങനെ ഉച്ച എടുക്കല്ലേ? നിന്നെ കാണാൻ അവര് വന്നേ. അച്ഛന് വേണ്ടപ്പെട്ട പയ്യനാ. കൊള്ളാമല്ലോ. എന്റെ മോളല്ലേ? നല്ല പൈസക്കാരനാ. അച്ഛനെ തന്നെ എനിക്ക് വേണ്ട. എന്നിട്ടല്ലേ അച്ഛൻ കൊണ്ടുവന്ന പയ്യൻ. അമ്മ അവനെ കണ്ടോ? എന്താടി നോക്കി നിൽക്കണേ? ചെലക്കാതെ ചായ കൊടുക്കടി. എന്താണ് ഇനി എന്നെ തൊട്ടുപോയത്? മതി, മടുത്തു. ഇതുപോലുള്ള കോന്തന്മാർക്ക് വെച്ച് വിളമ്പി കൊടുക്കാനും വേണ്ടപ്പോ കിടന്നു കൊടുക്കാനും എന്നെ കിട്ടില്ല. അണ്ടർസ്റ്റാൻഡ്? അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതാ. പിന്നെ അവരെ ഞാൻ കണ്ടിട്ടില്ല. ഇനി എനിക്ക് അവരെ കാണും വേണ്ട. നീ എന്തിനാണ് വെറുതെ എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത്? ഇറ്റ്സ് ഓക്കെ. യു റിലാക്സ്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം. ഏയ്, ലൈറ്റ് ഓഫ് ചെയ്യാനാണോടാ നീ എന്നെ കല്യാണം കഴിച്ചത്? You idiot.
രമ്യ രമ്യ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വാട്ട്സ് റോങ് വിത്ത് യു? എന്താടാ ഇത്? എന്റെ പുതുപുത്തൻ വൈഫിനെ ഒരു ചുടുചുടാന്ന ചായ. റൊമാൻസ് ഇത്തിരി കൂടുന്നുണ്ടോ എന്നൊരു സംശയം. റൊമാൻസോ? മാങ്ങാ തൊലി. ഈ ചുടുചായന്റെ മുഖത്തൊഴിക്കുന്ന കാര്യം ഒന്ന് ഓർത്തു പോയാൽ മതി. അപ്പൊ പേടിയുണ്ടല്ലേ? പേടിയുണ്ടോന്ന് ചോദിച്ചാ ഇല്ല, പക്ഷെ റെസ്പെക്ട് ഉണ്ട്. എ വെൽ നോൺ ഫുഡ് ക്രിട്ടിക് ഓഫ് എ റെപ്യൂട്ടഡ് മാഗസിൻ. ഗുഡ്. അപ്പൊ പ്രേമവും ഇല്ല അല്ലേ? ആര് പറഞ്ഞു പ്രേമില്ലെന്ന്? രണ്ടുപേർക്കും കൂടി ഒരു കപ്പ് ചായ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്റെ പ്രേമത്തിന്റെ പ്രൂഫായി തൽക്കാലം ഇതുപോലെ. എന്നാ ഹൗസ് ഇറ്റ്? എടാ, ഇന്ന് എനിക്ക് ഓഫീസിൽ പോണം. വാട്ട്? കല്യാണം കഴിഞ്ഞ ഒരു ദിവസം പോലും ഇല്ല, അപ്പോഴേക്കും ഓഫീസോ? എന്ത് ഓഫീസാടി നീ? ഇന്ന് ഓഫീസിൽ പോകണം. ഓൺലി ടുഡേ. എനിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട്, ഒഴിവാക്കാൻ പറ്റാത്തോണ്ടടാ. പ്ലീസ് നാളെ മുതൽ 1 വീക്ക് ലീവ് ഉണ്ട്. ഓക്കെ? സോറിടാ, ഇന്ന് ഞാൻ നേരത്തെ വരാം. എടാ, I said I'll come early. Hey, then we'll go for a movie എന്നിട്ടൊരു candle light dinner. Okay? എന്നെ ഒന്ന് ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യടാ. ചക്കരയല്ലേ? ശരി വാ. വാ വാ വാ, ലേറ്റ് ആയിടാ. കട്ടായോ? രമ്യ, ഓഫീസിൽ പെട്ടെന്ന് ഒരു ഗെറ്റ് ടുഗദർ ആടാ. ഒരു ഇമ്പോർട്ടന്റ് ക്ലയന്റിന്റെയാ. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. നീ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. വല്ലതും കഴിച്ചു കിടന്നോ. നമുക്ക് വേറൊരു ദിവസം പ്ലാൻ ചെയ്യണം. നമസ്കാരം. കാഴ്ച ടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഭർത്താവിനെ തന്റെ ഭാര്യ ഫ്ലാറ്റിന്റെ 7ാം നിലയിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി. കാക്കനാട് സൺറൈസ് അപ്പാർട്ട്മെന്റിൽ ഇന്നലെ രാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. IT ജീവനക്കാരിയായ ഭാര്യയുടെ മദ്യപാന ശീലത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് കൊലയ്ക്ക് കാരണമായത്. ലേറ്റ് നൈറ്റ് പാർട്ടികളിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഭാര്യ സ്ഥിരമായി മദ്യപിച്ചെത്താറുണ്ടായിരുന്നെന്നും ഇതിനെ ചൊല്ലി രണ്ടുപേരും വഴക്ക് പതിവായിരുന്നെന്നും പ്രതിയായ ഭാര്യ പോലീസിന് മൊഴി നൽകി. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രമ്യ, എന്ത് പറ്റി? രമ്യ, സോറിടാ. സോറിടാ, നിനക്ക് വേണ്ടി ഞാൻ ഓടി വന്നത്. അത് മനസ്സിലായി. ഇപ്പൊ എന്താ സമയം എന്നറിയോ? 1 മണി. ഒരു ബോധവുമില്ല. വാ കേൾക്ക്. കാല്. സോറിടാ, ഐ ആം സോറി. ഐ ലവ് യു. ശരി ശരി. രമ്യ, അടങ്ങിക്കെടുക്ക്. നമുക്ക് ബോധം വന്നിട്ട് ലവ് ചെയ്യാം. ഇപ്പൊ നീ കിടന്നുറങ്ങ. ചാത്രാണ് വലിച്ചേറ്റ്.
എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. കൊള്ളാലോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല മഴക്കാറുണ്ട്. ഇതെന്തിനാണ് പുറപ്പെടാ? നമ്മള് കുക്ക് ചെയ്യാൻ പോവാണോ? വാട് വെച്ച് ബോധോദയം വന്നായിരിക്കും. കണ്ടിട്ട് എന്ത് തോന്നുന്നു? Any help? ഒന്ന് മാറി തന്നാ മതി. ഇന്ന് നിനക്ക് ഒരു ദിവസത്തെ ലീവ്. Just few minor injuries only. She will be all right. She is very lucky. എന്തായാലും 2 ദിവസം നമുക്ക് ഒബ്സർവേഷനിൽ വെക്കാം. താങ്ക് യു ഡോക്ടർ. I'll see her later. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ഉണ്ട്. ഓക്കെ സിസ്റ്റർ. അവിടെ പറഞ്ഞാൽ മതി കേട്ടോ. അധികം സംസാരിക്കരുത്. നല്ല റെസ്റ്റ് വേണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടപ്പോ? എനിക്ക് ക്യാൻറ്റീൻ ഫുഡൊന്നും വേണ്ടടാ, എനിക്ക് ഇഷ്ടമല്ല. ആര് പറഞ്ഞത് ക്യാൻറ്റീൻ ഫുഡാണ്? സുഖമില്ലാതെ കിടക്കുന്നതിന്റെ പ്രിയതമയ്ക്ക് വേണ്ടി ഈ കൈകളാൽ സൂര്യ പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഹെൽത്തി ഇന്ത്യൻ ഫുഡ്. അധികം സംസാരിക്കരുത്. എല്ലാവർക്കും ഇതുപോലുള്ള ഭർത്താവിനെ കിട്ടിന്ന് വരില്ല കേട്ടോ. വിടണ്ട, മുറുക്കി പിടിച്ചോ. നെഞ്ചിലനുരാഗം കൂടുമെനയുന്ന നേരം എന്നിലൊരു മോഹം കൂട്ടുതിരയുന്നതാരേ മൊഴിയിലും മധുരമായി മൗനങ്ങൾ പാടിയോ ആരൊരാൾ ജീവനിൽ ആർദ്രമായി പുൽകിയോ പറയാതെ അറിയുന്നുവോ എന്നുള്ളിലുള്ള പ്രണയം. നെഞ്ചിലനുരാഗം കൂടുമെനയുന്ന നേരം എന്നിലൊരു മോഹം കൂട്ടുതിരയുന്നതാരേ.
കണ്ടതല്ലേ? ഇവനെവിടെന്നാ വരുന്നത്? ഹലോ സാറേ, ബില്ലടയ്ക്കാൻ പോയണോ? ആരൊക്കെയത്? എന്തെങ്കിലും വിശേഷം? ആഹാ, അത് ശരി. ഇപ്പോഴും അടുക്കള പണി നിനക്ക് തന്നെയാണല്ലേ? അത് ഞാനവളെ സഹായിക്കാനാ, അവള് പഠിച്ചു വരുന്നില്ലല്ലോ. സൂപ്പർ ടിസ്റ്റ്. ഭാര്യക്ക് ഭർത്താവ് കുക്കി പഠിപ്പിച്ചു. പിന്നെന്താ വിശേഷം? എടാ, നീ പോയപ്പോ ഞങ്ങൾ ആരെയും കൂട്ടിയിട്ടില്ല. പിന്നെ നിന്നെയും നിന്റെ ഫുഡും ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യണ്ട. അയ്യോ, അതുകൊട്ടെ, നിനക്ക് വല്ല കുക്കറി ഷോയിലും പങ്കെടുത്തോടാ. കുക്കറി ഷോയോ? സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയാവുന്ന അമ്മേനോട് വെല്ലുവിളിച്ചവനാ. അവനോ കുക്കറി ഷോ പങ്കെടുക്കാൻ പോകുന്നത്? ഓക്കെ. ഞാൻ നാളെ ഒന്നുകൂടെ ചെക്ക് ചെയ്തോളാം. Hi guys, can I have your attention please? Okay. Do you know her? She is Sonia Velayudhan, an upcoming businesswoman. Anyway, to cut the story short, Sonia നമ്മുടെ ഓഫീസിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്നു. She is going to have lunch with us. ഏതാ ഹോട്ടൽ മാഡം? No hotel. She eats our lunch and it's a competition. ജയിക്കുന്നവർക്ക് സോണിയയുടെ വക ഒരു ഡയമണ്ട് റിംഗ്. ഓ, കോമ്പറ്റീഷൻ. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം മാഡം? നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഭക്ഷണമാണ് സോണിയ കഴിക്കാൻ പോകുന്നത്. സോണിയ അത് ടേസ്റ്റ് ചെയ്തിട്ട് ബെസ്റ്റ് കുക്കിനെ തിരഞ്ഞെടുക്കും. ദ റൂൾ ഈസ്, നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതായിരിക്കണം. സോ ഗൈസ്, ഗെറ്റ് റെഡി. ഇത് കുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയ ഒരു സുവർണ അവസരമാണ്. It's my great pleasure to invite our guest, gorgeous, upcoming businesswoman, Miss Sonia, to this small event. നമ്മൾ സോണിയെക്കുറിച്ച് എഴുതിയ ആർട്ടിക്കിൾ വായിച്ചതിന് ശേഷമാണ് സോണിയ നമ്മളെല്ലാരെയും കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. 90% സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഈ സ്ഥാപനത്തോട് സോണിയയ്ക്ക് നല്ല മതിപ്പുണ്ട്. ആ സന്തോഷം കൂടി പങ്കുവെക്കാനാണ് സോണിയ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കൂടുതൽ സമയം കളയാതെ ഞാൻ സോണിയയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. ജാടം, വെറും ജാടയാ. ദുബായ്ക്കാരന്റെ മോളല്ലേ? മിണ്ടാതിരിക്കടി, അവള് വരുന്നുണ്ട് എന്തോ വിളമ്പാനായിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓണർ. ഒരു ക്രൗഡിൽ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇന്ന് എല്ലാ ഫീൽഡിലും പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് റിയലി ഗുഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ ഫാമിലി ലൈഫ് ഇസ് ഗെറ്റിംഗ് റൂയിൻഡ്. ഇന്ന് ഭർത്താവും കുട്ടികളുമായൊക്കെ സമയം ചെലവഴിക്കാൻ ഇവിടെ ആർക്കും കഴിയുന്നില്ല. ഐ നോ, ഇന്നത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ല. പക്ഷെ അതിന് നമ്മൾ എങ്ങനെയും സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കോമ്പറ്റീഷൻ വെക്കാൻ റുപാലിയോട് ആവശ്യപ്പെട്ടത്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു നോ കുക്കിംഗ്. അത് എനിക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങളുടെ കുക്കിംഗ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അതിനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഐ എം റിയലി ഹംഗ്രി. എനിക്ക് വിശക്കുന്നു. വാ, നമുക്ക് പോയി കഴിക്കാം. ഓക്കെ ഗൈസ്, ഈ കോമ്പറ്റീഷനിൽ ഡയമണ്ട് റിംഗ് നേടിയ വിജയി വേറെ ആരുമല്ല, നമ്മുടെ ഫുഡ് ക്രിറ്റിക് രമ്യ തന്നെയാണ്. ഒരു നല്ല കയ്യടി കൊടുക്കാമല്ലേ? രമ്യ, പ്ലീസ് കം. കൺഗ്രാറ്റ്സ്. നോ. രമ്യ, വാട്ട്സ് റോങ് വിത്ത് യു? താങ്ക് യു സോ മച്ച് സോണിയ. ഐ എം സോറി. എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഭക്ഷണം ഉണ്ടാക്കിയത് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡാണ്. ഞാനൊരു ഫുഡ് ക്രിറ്റിക്കാണ്, ഒരു കുക്കല്ല. എനിക്ക് പ്രൈസ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരണ്ടേ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഉണ്ടാക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാനിത് സോറി. കീപ് ഇറ്റ്. ഇത്രയും നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കിയ ആ കൈവിരലുകളിൽ ഇത് നീ തന്നെ ഇട്ടുകൊടുക്ക. ഹിൽ ബി മോർ ഹാപ്പി.
താങ്ക് യു സോ മച്ച്. രമ്യ മാം, ദിസ് ഇസ് മൈ കാർഡ്. എനിക്ക് നിന്റെ ഹസ്ബൻഡിനെ ഒന്ന് കാണണം. ക്യാൻ യു ബ്രിങ് ഹിം ടു മൈ ഫാം ഹൗസ്? ഷ്യൂർ മാം. ബൈ. ഇവൾക്ക് എന്തിനാ എന്റെ ഹസ്ബൻഡ്? എന്താ പുഴുങ്ങി തിന്നാനോ? അവര് 5 സ്റ്റാർ ഹോട്ടലൊക്കെ തുടങ്ങാൻ പോവല്ലേ, വല്ല കുക്കിനൊക്കെ ആവശ്യം ഉണ്ടാവും. നീ വെറുതെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്ക്, വല്ല ഗുണം ഉണ്ടാവും. മാഡത്തിനൊന്ന് കാണണ. ലവ്ലി ഹൗസിലെ My husband. Hi, Sylvia. Hi. You're very lucky. Your husband is really handsome. അവന്റെ കണ്ണിലേക്ക് നോക്കിയാൽ ഒരു പെണ്ണിനും രക്ഷപ്പെടാനേ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കെ. I'm expecting a call from office. ഈ പോക്ക് അത്ര ശരിയല്ലല്ലോ. അവൾക്ക് കൊഞ്ചിക്കുഴിയൻ വേറെ ആരെയും കിട്ടിയില്ല. അതെ, ഇതൊരുമാതിരി മറ്റോടത്തെ പരിപാടിയാ പോയിട്ടാ. ഒരുമാതിരി മാനേഴ്സ് ഇല്ലാതെ. അത് ശരി. അപ്പൊ എനിക്ക് മാനേഴ്സ് ഇല്ലാത്തതല്ലേ? വന്ന് അടുത്തിരുന്നവളുടെ മാനേഴ്സിനെ പറ്റി ഒന്നും പറയാനില്ല. എങ്ങനെ ഉണ്ടാവും? വായില് വെള്ളം ഒലിപ്പിച്ച് തുറച്ച് നോയിക്കൊണ്ടിരിക്കുന്നില്ല അവളെ. എടി, നീയല്ല അവളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നേ. എന്നിട്ട് നീ ഇതെങ്ങനെ പറഞ്ഞാലോ? കേറ്. നിങ്ങൾ തമ്മിൽ അത്രയും നേരം എന്ത് സംസാരിച്ചു? എന്നെ കുറിച്ച് ചോദിച്ചു, വീട്ടുകാരെ കുറിച്ച് ചോദിച്ചു, പിന്നെ എന്റെ പാചകത്തെ കുറിച്ച് പ്രത്യേകം ചോദിച്ചു. വേറെ ഒന്നും ചോദിച്ചില്ല? ഇല്ല, ഒന്നും. എനിക്ക് വേണ്ടി എന്തോ വലുതായിട്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുപോട്ടെ, അവള് നിന്നെ കെട്ടിപ്പിടിച്ചോ? ഇല്ല. നോ. ഏയ്, സത്യം പറയടാ. ഇല്ല. പിന്നെ നിന്റെ ദേഹത്ത് അവളുടെ പെർഫ്യൂമിന്റെ സ്മെൽ വരുന്നേ? ഓ, ഈ പെണ്ണുങ്ങളെ സമ്മതിക്കണം. അപ്പാര കഴിവന്നെ. പക്ഷെ വേണ്ടനൊന്നുമില്ല. ശരിയാണ്, അവള് ചെറുതായിട്ടൊന്ന് കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചപ്പോഴാണ് മനസ്സിലായത് നല്ല സൂപ്പർ ഫിഗറാ. രമ്യ, എവിടേക്കാ നീ പോണേ? പറയുന്ന കേക്ക്. രമ്യ നിക്ക്. പറയണ്ടായിരുന്നു. രമ്യ ഇറങ്ങി വാ. രമ്യ അവിടെ നിക്കാൻ. ഐ ആം സോറി. നീ പോടാ. ആണുങ്ങളുടെ തനി സ്വരൂപം നീ കാണിച്ചില്ലടാ. അയ്യോ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എന്താ മേഡം പ്രശ്നം? അവൻ ചലഞ്ച് ചെയ്യണ്ട. നീ റോഡിലേക്ക് നോക്കി വണ്ടി ഓടിച്ചാ മതി. വേണമെങ്കിൽ നാളെ പൂശ മേഡം. ഏതാണ് ഈ വിടക്ക്? ഈ വിടക്ക് എന്റെ ഭർത്താവാ. എന്തേ? അത് ശരി, ടൈം പാസ് ആണല്ലേ. നമ്മളെ വിട്ടേക്ക്. രമ്യ, നോട്ട് ഗോയിങ് ഹോം? നോ മാഡം, കുറച്ച് വർക്ക് തീർക്കാനുണ്ട്. എന്താ മുഖത്തൊരു ഡൾനെസ്? ഒന്നുമില്ല മാഡം. ശരി, ഓക്കെ, ടേക്ക് കെയർ. എന്നാ ഞാൻ പോട്ടെ. ഓക്കെ, ബൈ. നീരു, എനിക്ക് നിന്നെ ഒന്ന് കാണണം. I'm feeling terrible. Timmy, don't cry. Come, we'll meet. എന്ത് പറ്റി നിനക്ക്? ഈ ലൈഫ് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താടി, ജോലി വിടാൻ തീരുമാനിച്ചോ? ഒരു നല്ല ഹസ്ബൻഡിനെ കിട്ടിയപ്പോ ജോലി വരെ ഒഴിവാക്കാൻ തയ്യാറായില്ലേ? അതല്ലടി,
ഐ മീൻ എൻ്റെ പേഴ്സണൽ ലൈഫ്. വാട്ട് വട്ടായി നിനക്ക്? കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം പൂർത്തിയായില്ല, അപ്പോഴേക്കും എന്താ കാര്യം? സൂര്യ, ഞാൻ വിചാരിച്ചതുപോലെ ഒന്നല്ല. നീ എപ്പോഴും പറയാറില്ലേ നീരു, ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന്. ഇന്ന് ഞാൻ അങ്ങനെയാണോ? ആണോ? യുനോ വൈ? സൂര്യ എന്നെ ഒരുപാട് മാറ്റിയെടുത്തു. ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന ഒരാളെ എനിക്ക് കിട്ടിയല്ലോ എന്ന് സന്തോഷിച്ചിരിക്കായിരുന്നു ഞാൻ. അതിനിപ്പോ എന്ത് സംഭവിച്ചു? ഈയിടെയായി സൂര്യയുടെ ബിഹേവിയർ അത്ര ശരിയല്ല നീരു. സംശയത്തിന്റെ പേരിൽ ഞാൻ അവന്റെ ഒരു കോള് പിക്കപ്പ് ചെയ്തു. അത് Hey Surya darling. Hello. Hello. Surya? രമ്യ, വാട്ട്സ് ഗോയിങ് ഓൺ? വാട്ട്? ആ അഴിഞ്ഞോട്ട് കാര്യമായിട്ട് നമ്പർ നിന്റെ ഫോണിലുള്ള കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അത് ഞാൻ അത്ര കാര്യക്കില്ല. ഓ, നീ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത് അവളെയാ. എല്ലാ കോൾസും more than 5 minutes, 10 minutes, 15 minutes. ഇത്ര മാത്രം വിളമ്പാൻ നിങ്ങൾ തമ്മിൽ എന്ത് ഉള്ളത്? നിനക്കെന്നെ മടുത്തോ? പറയടാ. അവള് ലേശൊന്ന് തുറന്ന് കാണിച്ചപ്പോഴേക്കും നിന്റെ മനസ്സ് മാറി അല്ലേ? ആണുങ്ങളുടെ തനി സ്വഭാവം. രമ്യ, നീ പതുക്കെ സംസാരിക്കും. നീ വിചാരിക്കുന്ന പോലെ അല്ല സോണിയ. ഷീസ് എ വണ്ടർഫുൾ വുമൺ. ഓ, നിന്റെ സർട്ടിഫിക്കറ്റ് കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അതുമായി. ഞാൻ നിന്നെ എത്രമാത്രം വിശ്വസിച്ചു എന്നറിയോ? ഇനി എനിക്ക് നിന്നെ വേണ്ട. ഗെറ്റ് ലോസ്റ്റ്. ഗോ വിത്ത് ദാറ്റ് ബിച്ച്. എന്റെ ഫോൺ. എന്നെ തല്ലിയിട്ട് ഫോൺ എന്തെങ്കിലും പറ്റിയൊന്ന് നോക്കല്ലേ? അവളുടെ നമ്പർ അതിലുണ്ടല്ലോ. രമ്യ, സ്റ്റോപ്പ് ഇറ്റ്. നീ അതിൽ കിടക്കുന്നു. അതേടെ എനിക്ക് ഫോൺ തന്നെയാ വലുത്. ഈ ഫോൺ കുറിച്ച് നിനക്ക് എന്തറിയാം? I don't want to hear anything. നിന്നോടൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. തൊട്ടനും പിടിച്ച തുള്ളി കളിക്കാൻ മാത്രം നിനക്കറിയൂ. നീ കല്യാണം കഴിക്കാൻ തിരക്ക് പിടിച്ചവളെ എനിക്കറിയായിരുന്നു. നിനക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനമില്ല. സൂസൈഡ് ചെയ്താലോന്ന് വരെ ഞാൻ ആലോചിച്ചു. Then I thought, ഇവന് വേണ്ടി എന്തിനും ഞാൻ എന്റെ ജീവിതം നശിപ്പിക്കണം? But I want to get rid of him. രമ്യ, ലിസൺ. നീ ഇങ്ങനെ എടുത്തു ചാടി ഒന്നും തീരുമാനിക്കല്ലേ. സോണിയുടെ ഉദ്ദേശം എന്താന്ന് കൂടി നമുക്കറിയണ്ടേ. ഞാൻ വേണമെങ്കിൽ സൂര്യയോടൊന്ന് സംസാരിക്കട്ടെ? നോ നോ, നമ്മൾ സംസാരിച്ച വിവരം അവനറിയണ്ട. എനിക്ക് സോണിയോടാണ് ദേഷ്യം. എന്നാ അവളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിക്കേ. പ്രശ്നങ്ങളെല്ലാം തീരില്ലേ? രമ്യ, സോണി US നിന്ന് പഠിച്ചു വന്ന പെണ്ണ. അവിടുത്തെ കൾച്ചർ നിനക്കറിയാലോ. ഒരു പക്ഷെ സൂര്യയോട് അവൾക്ക് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളായിരിക്കും. നീ അവളെ മീറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഐ എം ടെല്ലിങ് യു. ഇവിടെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്താ മാഡം ഇത്ര ലേറ്റ് ആയിട്ട് വരുന്നത്? നിങ്ങളുടെ ഹസ്ബൻഡ് ഇവിടെ നേരത്തെ എത്തിയല്ലോ. കാര്യങ്ങളെല്ലാം പറഞ്ഞു. പുള്ളിക്കാരൻ നിന്നെ കാണാൻ കാത്തിരിക്കുക. ഹി കോൾ മീ ജസ്റ്റ് നൗ. യുവർ വിസ ഇസ് റെഡി. അടുത്ത മാസം നമ്മൾ ദുബായ് പോകും. ഓ, പക്ഷേ രമ്യയോട് ഞാനിത് എങ്ങനെ പറയും? അവൾക്കിത് കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നിന്റെ ലൈഫ് എന്നെ മാറാൻ പോവല്ലേ.
നിന്റെ ഉയരങ്ങളിലേക്കുള്ള യാത്രയാത്. Who's she to hold you back? Your wife must be very possessive. അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ബിഹേവ് ചെയ്തത്. You try to convince her. എല്ലാം ശരിയാവും. എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും? സാറേ, നിങ്ങളുടെ വൈഫ് ഇപ്പോഴാ പോകുന്നത്? ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. രമ്യ, എല്ലാം ശരിയാവുന്ന് പറഞ്ഞില്ലേ? എങ്ങനെ ശരിയാവാനാ? എന്തൊക്കെ പറയുന്ന നേരോ? എല്ലാം അവസാനിച്ചില്ലേ? കരയാതെ. റിലാക്സ് റിലാക്സ് അമ്മിയ. കാറി കയറ്. കയറ്. ഇവരെന്താ ഇവിടെ വന്നിട്ട് പോണത്? സാറേ, എന്തിനാ അവര് വന്നേ? എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഡൈവേഴ്സ് തന്നെ. ഞാൻ കുറെയൊക്കെ പറഞ്ഞു നോക്കി. പറഞ്ഞാൽ കേൾക്കണ്ട ഇന്നത്തെ കുട്ടികള്. പിന്നെ ഞാനൊരു അഡ്വക്കേറ്റ് ആയിപ്പോയി. അവരെ പിടിക്കാനാ എൻ്റെ വിധി. എടാ, സൂര്യയുടെ കാര്യം കട്ടപ്പോകേട്ടാ. ഞാനിപ്പോ വക്കീലിനെ കണ്ടിട്ടാ വരണേ. അവര് തമ്മിൽ പിരിഞ്ഞട്ടാ. സൂര്യ, എന്ത് പറ്റി? ഇത് അവളെ ഡിവോഴ്സ് നോട്ടീസാ. സോറി. ഒരു കാര്യം ഞാൻ പറയാം. ഒരാഴ്ചക്കുള്ളിൽ ഐഫോൺ കിട്ടില്ല. എല്ലാം ഞാൻ തൊട്ടു. What happened? Nothing. Oh, awesome. Okay. Driver, വണ്ടി ബുർജ് ഖലീഫയിലോട്ട് വിട്ടേക്കേ. എന്തിനിപ്പോ ചേഞ്ച് ചെയ്തേ? What to do? My dad is a crazy man. Hey, look.
active he is, even at this age. Don't think of him as an ordinary man. He has 10 apartments in this building and 5 hotels in Dubai. Oh, that's Got it? great. Yeah. Hi, Surya. Welcome to Dubai. Hi. ഒരു 2 മിനിറ്റ് ഇപ്പൊ തന്നെ വരാം. Okay. Sir, wow, that's absolutely stunning. How do you do this even at this age? എന്താണ് അവള് പറഞ്ഞു? അവളുടെ വായിൽ വല്ല കുഴുക്കട്ട വല്ലോടാ? സംഗതി അപാരമാണ്. ഇത്രയും വയസ്സിൽ ഇത് എങ്ങനെ സാധ്യമായി എന്നാണ് ചോദ്യം. എനിക്ക് വയസ്സായത് അവളുടെ അമ്മായിയുടെ വയസ്സായത്. മാഡം ഈ സേസ് യുവർ എടോ മനുഷ്യ, അവളോട് താനത് പറഞ്ഞ അവക്ക് മനസ്സിലാവൂലേടോ. അവൾ എന്നെ വെച്ചേക്കോടോ. Who told I am old? I am gold. Dubai gold. Passion, hard work and determination. ഇതൊക്കെ ഇല്ലാത്തവർക്കടോ വയസ്സാവുള്ളൂ. വയസ്സായിക്കണോ ഇല്ലേ മോളൂ? ഹായ് എന്റെ പൊന്നു മോള്. ഹായ്. എന്താ സുഖല്ലേ? സുഖം. പോകാം. അന്നപ്പാ എന്റെ മോളെയും എന്നെയും കാണുമ്പോ നിങ്ങൾക്കൊരു സംശയമില്ലേ? ഈ കളറിൽ ഇങ്ങനെ ഒരു കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ ഉണ്ടായിടോ. പക്ഷേ എൻ്റേതൊരു ലേറ്റ് മാരേജ് ആയിരുന്നു. ദുബായിലെ കച്ചവടം ഞാൻ പൊടി പൊടിക്ക് വന്ന സമയത്ത് ഒരു ലെബനീസ് പെണ്ണ് വന്ന് വിട്ടു. എനിക്ക് അവളെ ഇഷ്ടമായി. ഞാൻ അവളെ കല്യാണം കഴിച്ചു. അവളിലുണ്ടായത് എൻ്റെ ഈ സുന്ദരി മോള്. എന്നിട്ട് മാഡം ഇപ്പൊ എവിടെയാ? അവളൊക്കെ അങ്ങോട്ട് പോയി. അവ എങ്ങനെയോ പോയി. അയ്യോ, സോറി. മറ്റിട്ടൊന്നുമില്ല. ഈ വക പെണ്ണുങ്ങൾ 2 വർഷത്തേക്കുള്ളിൽ ഒരാളെ കൊണ്ടു നടക്കാറില്ല. പക്ഷെ അവളെ ഞാൻ 4 വർഷം കൊണ്ടു നടന്നു. ഇപ്പൊ ഞാനും എൻ്റെ മോളും ഈ കാണുന്ന സമ്പാദ്യങ്ങൾ മുഴുവനും. ഭാസ്കര, ഭക്ഷണമൊക്കെ റെഡിയല്ലേ? എൻ്റെ ഫേവറേറ്റ് ഭക്ഷണം. ഓക്കെ. ഭക്ഷണം കഴിക്കണ്ടേ? ശരി. എന്താ സൂര്യ, കണ്ണുപൊത്തി കളി പോലെ ഉണ്ടല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല. എന്ന് എണീക്കാം. അവിടെ സൂര്യക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. സൂര്യ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിന്നെ എനിക്കൊന്ന് പരീക്ഷിക്കണം. ഭാസ്കര, എൻ്റെ ഫേവറേറ്റ് ഐറ്റം സൂര്യക്ക് വിളമ്പൂ. മതി. ഓർമ്മയുണ്ടോ? എൻ്റെ മകള് നിങ്ങളുടെ ഭാര്യയ്ക്ക് 1ാം സമ്മാനം കൊടുക്കാൻ കാരണമായ ആ ഡിഷാണ്. എൻ്റെ പർച്ചേസ് മാനേജറിൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ നിൻ്റെ നാട്ടിൽ വന്നിരുന്നു. അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഡിഷ് കഴിക്കുന്നത്. എനിക്ക് വേണ്ടി നീ ഉണ്ടാക്കിയിരുന്നതും ഈ ഡിഷ് തന്നെയായിരുന്നു. അത് എങ്ങനെയാ എൻ്റെ ഡാഡിയുടെ ഒരു ഫേവറേറ്റ് ഡിഷായത്? സർപ്രൈസ്. കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മോരുകറിയായത്. നിന്റെ ഭാര്യയ്ക്ക് നീ ഉണ്ടാക്കി കൊടുത്ത അതേ മോരുകറി. ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബത്തിലെ 7 പേരിൽ ഒരാളാണ് ഞാൻ. 6 ആണും 1 പെണ്ണും. കഷ്ടപ്പാട് സഹിക്കാൻ വയ്യാതെ അവസാനം ഞാൻ മദ്രാസിലേക്ക് പോയതാ. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ. ഒടുവിൽ ആരുടെയൊക്കെ സഹായം കൊണ്ട് ഞാൻ ഇന്ന് ഈ നിലയിലായി. ആ മോരുകറി ഉണ്ടാക്കിയ നിന്റെ അമ്മയുടെ പേര് പാർവതി ആണെങ്കിൽ ഞാൻ നിന്റെ അമ്മാവനാണോ? ഇപ്പൊ നീ ഭക്ഷണം കഴിക്കും. പിന്നെ ധൃതി പിടിച്ച് നിന്നെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്ന എന്താണെന്നറിയാമോ? അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അത് ഞാൻ നമ്മുടെ ഹോട്ടലിൽ വെച്ച് പറയാം. മോളെ, സൂര്യ വൈകിട്ട് ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. യെസ് ഡാഡ്. സാറേ, 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 അത് എന്താണ് സാർ? അക്കോർഡിംഗ് ടു ദ കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് നമ്മുടെ കരാമ ബ്രാഞ്ച് ക്ലോസ് ചെയ്യണം സാർ. ഞാൻ പറഞ്ഞൊക്കെ കൊള്ളാം. അതെന്താ മൗത്ത് ക്ലോസ് ചെയ്യണോ? പോയി മെനു എടുത്തോണ്ട് വേണോ? സാർ, സാർ ഇതാ
നിങ്ങൾ എന്താ ഈ ഹോട്ടൽ പൂട്ടിക്കാൻ ഉദ്ദേശം? നല്ല 2 ഡിഷ് ഈ മെനുവിൽ ഇല്ല. ഇവിടെ താമസിക്കാൻ വരുന്നവര് സൂഹിക്കാൻ വേണ്ടി മാത്രമല്ല, നല്ല ഭക്ഷണം കഴിക്കാനും കൂടിയിട്ടാണ്. ഷെഫ് വിട്ടുപോയി സാറേ. ഇതാ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അത് പിന്നെ സാറേ, അവന് വേറൊരു ഹോട്ടലിൽ നിന്ന് ഡബിൾ സാലറി കിട്ടിയോണ്ടാണ് അവന് പോയത്. ട്രിപ്പിൾ ശമ്പളം കൊടുക്കും ഞാൻ. ഇന്ന് വൈകുന്നേരം അവരിവിടെ ഉണ്ടായിരിക്കണം, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുണ്ടാവും. കോട്ടും ഷൂട്ടും ഇട്ട് 2 കോന്തമാര് വന്നിരിക്കും, തമ്പട കലച്ചമാര്. എത്തിയോ? ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഷെയ്ക്കിന്റെ, അതുകൊണ്ടാ ഞാൻ ഇത്തിരി താമസിച്ചേ. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിന്നോട് എനിക്ക് പറയാനുണ്ട്. എന്താ സാർ? സാറേന്നാ അമ്മാവന്ന് വിടാ. ശരി അമ്മാവ. നല്ല കാലം വന്നപ്പോ കൂടെ പുറപ്പിലേക്ക് ഞാൻ മറന്നു. പിന്നെ അതെന്റെ തെറ്റുകൾ തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു കേട്ടോ. ആ തെറ്റ് തിരുത്താൻ ഏതായാലും ഞാൻ തീരുമാനിച്ചു. നിന്റെ കഥകളൊക്കെ ഇവിടെ എന്നോട് പറഞ്ഞു. ഒരു സ്റ്റാർ ഹോട്ടൽ തുടങ്ങുന്ന അമ്മയുടെ വാശി പിടിച്ചു വന്നവനല്ലേ? അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാം. അടുത്ത മാസം നമ്മുടെ ഹോട്ടലിൽ നടക്കാൻ പോകുന്ന ഷെഫ് കോമ്പറ്റീഷനിൽ നീ പങ്കെടുക്കണം. ലോകത്തിലെ പല മിടുക്കന്മാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊരു ഇന്റർനാഷണൽ കോമ്പറ്റീഷനാണ്. നിന്റെ കഴിവ് കാണിക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. നീ എന്ത് പറയുന്നു? അയ്യോ അമ്മാവ, അത് എന്നെ കൊണ്ട് പറ്റൂ? നിന്നെ കൊണ്ടേ പറ്റൂ. അമ്മാവൻ കൂടി ഒരു കൈ നോക്കാം. ഒരു കൈയല്ല, 2 കൈയും നോക്കാം. വിണ്ണിൽ നിന്നും താരമേ, മണ്ണിൽ നീയും വന്നുവോ? ഉള്ളിനുള്ളിൽ 1000 മോഹം പൂക്കും നേരമോ? ഇത് നിങ്ങൾ തേടുമാ വഴി, തളരില്ലി പാതയിൽ ഇനി ഇടനെഞ്ചിൻ നോവിലും സുഖം തരുമിന്നി യാത്രയിൽ വരം. തീരം കാണാ തീരകളെ വേഗം പൊരു ദൂരെയായി കാലം കയ്യിൽ നീട്ടുമാ ലോകം തേടിപ്പോയിടാം. തീരം കാണാ തീരകളെ വേഗം പൊരു ദൂരെയായി കാലം കയ്യിൽ നീട്ടുമാ ലോകം തേടിപ്പോയിടാം. ഇരുൾ മാറി വെയിൽ വീഴും വഴി നീളെ ഇനി എന്നും തണലേകുവാൻ തുണയായി വരുമിന്നും അലിവോടെ വാത്സല്യം അതും ഓർമ്മയിൽ മായും കഥാന കഥയുടെ നേരം പുതിയ പടവുകളേറാൻ ചിറക് പകരുകയായി. It's time to announce the final results. One of you is going to win 1 million dirhams. Who is that lucky winner? Who is that super chef? Any guess? Out of the 5, the third prize goes to Juma Belushi for his amazing Arabic dish. Juma wins 10,000 dirhams. We don't have second prize. Unfortunately, there is a tie. Rebecca and Suri, please come forward. With a whopping 10 out of 10, both of you win the first prize. Unfortunately, we cannot give 2 first prizes. To break the tie, we have decided to go for one more round with these 2 great chefs. Are you ready? The challenge is you have only 45 minutes to prepare the best dish that your mother cooked for you. Nothing can match mother's food in the world. Having said that, guys, we will meet here in the next 48 hours and we will see who wins the 1 million dirhams. Please go. വിണ്ണിൽ മിന്നും താരമേ,
മണ്ണിൽ നീയും വന്നുവോ ഉള്ളിനുള്ളിൽ ആയിരം മോഹം പൂക്കും നേരമോ ഇത് നിങ്ങൾ തേടുമാ വഴി തളരില്ലി പാതയിൽ ഇനി ഇടനെഞ്ചിൻ നോവിലും സുഖം തരുമിന്നി യാത്രയിൽ വരം തീരം കാണാ തീരങ്ങളെ വേഗം പൊരു ദൂരെയായി കാലം കയ്യിൽ നീട്ടുമാ ലോകം തേടിപ്പോയിടാം തീരം കാണാ തീരങ്ങളെ വേഗം പൊരു ദൂരെയായി കാലം കയ്യിൽ നീട്ടുമാ ലോകം തേടിപ്പോയിടാം എന്റെ പാചകം ഒട്ടും ഇഷ്ടമല്ലാത്തവനാ നീ. മാത്രല്ല നിനക്ക് തീരെ ഇഷ്ടമല്ലാത്ത കൈപ്പയ്ക്കറിയാം. Hey, hi. എങ്ങനെയുണ്ട്? ആർ യു ഫീലിംഗ് കംഫർട്ടബിൾ? Yeah, I'm fine. ഡാഡിക്ക് സൂര്യയോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഓ, ഞാൻ വിളിച്ചു തരാം. Okay. ഡാഡി, സൂര്യ. ഹലോ മാവ. നീ തകർക്കുവാണല്ലോ മോനെ. ഇനി ഒരു കടമ്പ കൂടി ബാക്കിയുണ്ടല്ലേ മോനെ. നീ വിജയിക്കുമെടാ. നിന്റെ അമ്മയുടെ അനുഗ്രഹം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് മാവ. ശരി. എന്താ നിന്റെ നാളത്തെ പ്ലാൻ? എനിക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മേടിക്കാണ്ടായിരുന്നു. അതിനെന്താ, എന്റെ പോർഷൻ എടുത്തോണ്ട് പോ. നോ സോനിയ, ഇറ്റ്സ് ഓക്കെ. I want to explore myself. Oh, okay. Take care and call me if you want something. Yeah, sure. Okay? Thank you. ഇവൻ ഇവിടെ എത്തിയോ? ഇത്ര പെട്ടെന്ന് എന്റെ കൈ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. Well, do you know this guy? Yeah. He's competing with my cousin today. I don't want him to participate in this competition. You don't worry. He won't participate today. We will see. Vada. Sonia, come. What happened? Samya Madhikamilla. Where is he? He's on his way. ഇപ്പോ ഇവിടെ എത്തും. Another few minutes, that's all. Then we have to start the competition. Bro, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? പ്ലീസ് വരൂ. പ്രതീക്ഷിച്ചില്ല അല്ലേ? എടാ, അന്ന് നീ എന്റെ കണ്ണിൽ വാരിയിട്ട മുളക് പൊടിയുടെ എരിച്ചിൽ ഇന്നും പോയിട്ടില്ല. പിടിച്ച് We can't wait anymore. Let Rebecca start cooking. If Suri comes, you can join. Your time starts now. നിന്നില്ലെങ്കിൽ നിന്നെ ഞാൻ പോടാ. ഇന്ന് നീ രക്ഷപ്പെട്ടു. ഒരിക്കൽ നിന്നെ എന്റെ കൈ കിട്ടും. അന്ന് ഞാൻ നിന്നെ എടുത്തോളാം. വീടില്ല ഞാൻ. Sir, please stop. Please, please. Hey, what is this? Is this taxi? Sir. Ya ilahi, halat magloon. I'm in trouble. I have an important competition. 10 minutes I have to reach. Please. After 5. Thank you. You have only 30 minutes to go. സൂര്യ, എന്ത് പറ്റി? What happened? Nothing, come. എന്താന്ന് പറ. Nothing, come. What happened? ഇനി 30 മിനിറ്റേ ബാക്കിയുള്ളൂ. താൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? Sir, എൻ്റെ അമ്മയുടെ ഡിഷ് ഉണ്ടാക്കാൻ എനിക്ക് 30 മിനിറ്റ്സിനെ തരടാ. I can handle it, sir. Trust me, sir. I like this man's confidence. Give him a big applause. Go, man. Thank you, sir. Okay. All the best, Surya. What is this? അമ്മി. Mommy. മമ്മി ഇല്ല, അമ്മി. Ammi.
Good evening, ladies and gentlemen. I would like to introduce Mr. Selas from Namibia and Miss Elena from Russia. We have brought these judges because the previous judges could not decide on an unanimous winner. So it wasn't fair on me actually to decide the winner. So here we go. Rebecca, please come forward. Can you describe your dish for us? This is my mom's favorite dish. Especially when guests come home, she always makes these. And I could see the delight on their faces when they taste this. I thought I could delight you people the same way that my mom does. It looks delicious and wonderfully decorated. We will come back to you, Rebecca. Hi, Surya. Hi. You seems to be a bit nervous. Can you explain your dish, please? Actually, my mother was a domestic cook, and this dish was a customer's delight. But I never tasted this when she was alive. Yeah? Why? That's strange. Because I never liked her being a cook. Mhm. But now I realize nothing can match mother's food. Surya, relax. But your dish looks very simple. Yeah, because my mother was also a very simple woman, ma'am. Okay, let's taste the food. Yes, sir. Hi, Surya. Please sit down. Take a seat. Thank you. Surya, what is this dish called? It's kaipake morgari. Sounds weird. Kaipaka? What Yeah. is that? 1 minute. This is kaipakya. Oh, this is bitter gourd. Oh my god, this tastes really bitter. But your dish is surprisingly sweet. How is that? That's the beauty of my mother, sir. She makes even bitter things sweeter, including my life. Surya, we are confused now. Having said that, let's have a chat together. If you don't mind, please. Sure. In Kerala, Malayalis make this curry. Kerala style seasoned buttermilk curry or more curry. The recipe is nothing but buttermilk seasoned with Indian spices like ginger, garlic, green chilies and curry leaves. Some people like to make it with coconut, some without coconut. So it's one of the dishes made for Onam Sadhya or the spread that is made for the festival of Onam. Like most of the Sadhya dishes, this is very delicious and very easy to prepare fast, and it hardly takes 5 minutes to whip it up. It's time to announce the results. Rebecca, no doubt, your dish is delicious and wonderfully presented. And this dish has got all the flavors of mother's food. Surya's presentation looked very ordinary. It wasn't impressive at the first look, but the surprising part was the bitter gourd. Having said that, we have unanimously decided the winning dish is Kaipaka More Curry. And Surya wins Super Chef title for this year. It only shows the love and affection for his mother. Thank you so much, Amma. Can't believe this. Rebecca, you are nothing less than Surya. The only problem we found is that your dish is over-decorated with other elements. But Surya's dish is decorated with love, affection, and dedication. Mother's food is always simple and the best. Surya's dish is a reflection of true love. So, Surya, please come forward and receive first prize check for 1 million dirhams. Congratulations. Hold on, sir. Thank you, sir. You made it, man. Excellent. Good evening to you all. മിസ്റ്റർ സൂര്യ കുക്കിങ്ങിൽ പറയത്തക്ക എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്ത ഒരു സാധാരണ ചെറുപ്പക്കാരൻ അങ്ങനെ ഒരാൾ സൂപ്പർ ഷെഫ് പോലുള്ള ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ ടൈറ്റിൽ വിന്നർ ആവുക നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ജീവിതത്തിൽ ഞാൻ ആരാകരുതെന്ന് ആഗ്രഹിച്ചോ അതാണ് ഞാൻ. നമ്മൾ ആരാവണം എന്താവണം എന്നൊക്കെ തീരുമാനിക്കുന്നത്
നമ്മൾ മാത്രമല്ലല്ലോ അല്ലേ? ഈ വിജയം ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തൊന്നുമല്ല. ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഒന്നല്ല, അവർ 4 പേരാ. കൈപ്പയ്ക്ക് പോലും മധുരം നിറച്ച് സ്വന്തം മക്കളുടെയും ഒരു നാടിൻ്റെ മുഴുവനും മനസ്സും വയറും നിറച്ച എൻ്റെ അമ്മ. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു മകനാവാൻ എനിക്ക് സാധിച്ചില്ല. എന്നും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ. അടുപ്പിലല്ല, നെഞ്ചിലാണ് എൻ്റെ അമ്മ തീ കൂട്ടിയെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒത്തിരി വൈകി. അപ്പോഴേക്കും എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. സോറി സോറി. ആ അമ്മയുടെ പ്രാർത്ഥനയും എല്ലാം ആവാം എന്നെ ഇവിടെ എത്തിച്ചത്. പിന്നെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച ഒരാളുണ്ട്, എൻ്റെ ചേച്ചി. അമ്മ മരിച്ചതിന് ശേഷം ആ സ്ഥാനം അവൾക്കായിരുന്നു. എന്ത് പ്രോബ്ലം വന്നാലും അവളുണ്ടായിരുന്നു എൻ്റെ കൂടെ. നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും കണക്ക് സൂക്ഷിക്കാത്ത, തരുന്ന സ്നേഹം പോലും തിരിച്ചു വേണമെന്ന് വാശിയെടുക്കാത്ത ചിലരുണ്ട്. അവരാണ് ഫ്രണ്ട്സ്. അവൻ നമ്മളെ മറന്നില്ലല്ലോ. എന്തായാലും ഗുരുത്വമുള്ളവനാ. എനിക്കുണ്ട് അങ്ങനെ ഒരു ഫ്രണ്ട്, സോണിയ. സോണി ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഇവിടെ ഇരിക്കില്ലായിരുന്നു. താങ്ക് യു സോണിയ, താങ്ക് യു സോ മച്ച്. ഇത്രയും വലിയ സന്തോഷത്തിനിടയിലും ചില സങ്കടങ്ങൾ ബാക്കിയാ. ഈ നിമിഷം എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾ ഇന്ന് എൻ്റെ കൂടെയില്ല. മുന്നറിയിപ്പോൾ ഒന്നുമില്ലാതെ പെട്ടെന്ന് എൻ്റെ ലൈഫിലോട്ട് കടന്നു വന്നവൾ. വലിയ സന്തോഷങ്ങൾ, ചെറിയ പിണക്കങ്ങൾ, സർപ്രൈസസ്, അങ്ങനെ ഓർത്തു വയ്ക്കാൻ ഒത്തിരി ദിവസങ്ങൾ. ഒടുവിൽ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിക്കാതെ അവൾ പോയി. പരസ്പരം മനസ്സിലാക്കുന്നതിൽ ഞങ്ങൾ ആരാണ് പരാജയപ്പെട്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ കാത്തിരിക്കുകയാണ് ഞാൻ. എല്ലാം മനസ്സിലാക്കി മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെ അവൾ എൻ്റെ ജീവിതത്തിലോട്ട് മടങ്ങി വരും എന്ന പ്രതീക്ഷയിൽ. എന്ത് ക്ഷീണം, അവൻ നല്ല പളുങ്ക് വാരിയിരിക്കുകയാണ്. അതാ നമ്മളെ സൂര്യ. ഇതെന്താ നീ കാണിക്കുന്നത്? നീ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഓ, കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ആ, എവിടെ ഒന്നല്ലേ കണ്ടുവരുന്നുണ്ട് കേട്ടോ. സന്തോഷാടാ, നീ നിലയിലൊക്കെ ആയല്ലോ. പൊളിച്ചളിയാ, പൊളിച്ച്. നീ ആഗ്രഹിക്കുന്ന മാതിരി ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ പടുത്ത് അതിന്റെ തലപ്പത്തിരുന്ന് ജീവിക്കണ്ടേ? അല്ല, ഇത്രയൊക്കെ സന്തോഷം ഉണ്ടായിട്ടും നീ എന്തോ മിസ് ചെയ്യണ പോലെ ഉണ്ടല്ലോ. അങ്ങനൊന്നുമില്ല. അല്ല, നീ ആരെയാണ് ഈ തിരയണത്? പറഞ്ഞു ബുദ്ധിമുട്ടണ്ട, എല്ലാം ഞങ്ങൾക്ക് അറിയാം. കേസും കോടതിയും ഡിവോഴ്സും ഒക്കെ. രമ്യക്ക് ഇപ്പോഴും നിന്നോട് ഭയങ്കര ദേഷ്യമാണ്. കുറച്ചു ദിവസം മുമ്പ് ഞങ്ങൾ അവളെ കണ്ടിരുന്നു അല്ലടാ. അതൊക്കെ പോട്ടെ. നിന്റെ ഈ വലിയ വിജയത്തിന് ഞങ്ങളുടെ വക ഒരു സമ്മാനമുണ്ട്. അങ്ങനെ അങ്ങ് കൊടുക്കാൻ വരട്ടെ. ഞങ്ങളുടെ സമ്മാനത്തിന് അതിൻ്റെതായ വെയിറ്റ് ഉണ്ട്. ആദ്യം കണ്ണൊന്ന് അയ്യോ കളിക്കല്ലേ, തട്ടി തെറിഞ്ഞ് വീണ്ടാ. ഇത് എവിടേക്കാ കൊണ്ടുപോണേ? പിടിക്കല്ലേ, കൈയെടുക്ക്, വിട്. അയ്യോ, പ്രതീക്ഷിച്ചില്ല അല്ലേ? എങ്ങനെയുണ്ടാ നിങ്ങളുടെ ഗിഫ്റ്റ്? ശരിക്കും ഞെട്ടിയില്ലേ? ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് ഞങ്ങളെന്ന് അറിയിക്കാന്ന് എനിക്ക് തോന്നിയില്ലല്ലോ. നിങ്ങളുടെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയണം. സൂര്യ, I'm so sorry. ഒന്നും പറയണ്ട. വന്നു, കണ്ടു, കെട്ടിപ്പിടിച്ചു, കരഞ്ഞു. എന്താണ് ഇത് പഴയ പടം പോലെ? എടാ, ഈ വികാരങ്ങൾക്കും സ്നേഹത്തിനും പഴയത് പുതിയതൊന്നുമില്ല. അതൊക്കെ എല്ലാ കാലത്തും ഒരേപോലെ തന്നെയാണ്.
അതാര